രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവർ ഈ പരിപാടിക്ക് എത്തിയിട്ടുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പൊതുരംഗത്ത് കൂടുതൽ രാഹുൽ മാങ്കൂട്ടം സജീവമാകുന്നു. ഇവിടെ ഈ ആശാവർക്കർമാരുടെ സമരവേദിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്തായാലും ഈ ആശാവർക്കർമാരുടെ സമരം അവസാനിക്കുമ്പോൾ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചു, സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ പണം നൽകണമെന്ന് സർക്കാർ അംഗീകരിച്ചു തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരം അവസാനിപ്പിക്കുന്നത്. ഇനി ജില്ലാതലത്തിൽ സമരം നടത്തുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. എന്തായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇപ്പോഴും ആശാവർക്കർമാരുടെ നിലപാട്. UDF ഈ രാഷ്ട്രീയ സാധ്യതയിൽ ആശാവർക്കർമാർക്കൊപ്പം നിന്നുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലും അവർക്കൊപ്പം നിന്നുകൊണ്ടുകൂടിയാണ് നീക്കം നടക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് അവിടെ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം? അതിൽ പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടും സർക്കാരിനെതിരെയാണോ ആശാമാരുടെ ഇപ്പോഴത്തെ നീക്കം? സജിത്ത്, 266 ദിവസം നീണ്ട കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരമാണ് അല്പസമയത്തിനകം ഇവിടെ സമര പ്രതിജ്ഞാ റാലിയോടെ അവസാനിക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും ഈ സമര പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യുക. എടുത്തു പറയേണ്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അല്പസമയം മുമ്പ് ഈ വേദിയിലെത്തി സമരം ചെയ്തിരുന്ന ആശാവർക്കർമാരെ അഭിവാദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് പ്രതിപക്ഷ നേതാവും രാഹുലും ഒരേ വേദി പങ്കിടുന്ന ആദ്യ പരിപാടിയാകും ഈ വിവാദങ്ങൾക്ക് ശേഷം ഈ പരിപാടി. KK രമ MLA ഉണ്ട്, അതോടൊപ്പം മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് KPCC ആസ്ഥാനത്തെ പരിപാടിയിൽ KPCC ഭാരവാഹി യോഗത്തിൽ പങ്കെടുത്ത ശേഷം ആശാവർക്കർമാരുടെ ഈ സമരപന്തലിലേക്ക് ഈ സമരപ്രതിജ്ഞ റാലി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരും. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഈ ചടങ്ങ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് എത്തും. ഏതായാലും 266 ദിവസം വലിയ തരത്തിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ മഴയും വെയിലുമൊക്കെ ഏറ്റ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തിയ സമരമാണ്. ഓണറേറിയം 1000 രൂപ കൂടി വർദ്ധിപ്പിച്ച് നൽകാനുള്ള സർക്കാരിന്റെ നിർണായക തീരുമാനത്തിന് പിന്നാലെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പ്രാദേശിക തലങ്ങളിലേക്ക് സമരം മാറ്റുക എന്നൊരു നീക്കത്തിലേക്ക് അവർ എത്തുന്നത്. അതായത് അടുത്ത ഫെബ്രുവരി 10-ാം തീയതി സമരം 1 വർഷം തികയുന്ന ദിവസം ഒരു മഹാറാലിയായി വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്താനുള്ള ഒരു പ്രതിജ്ഞയാണ് അവർ ഇന്ന് ഇവിടെ എടുക്കുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് ഈ വേദിയിലേക്ക് എത്തുന്നതോടെ ഈ സമര പ്രതിജ്ഞാ റാലി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് എത്തും. എന്തായാലും രസകരമായ കൗതുകരമായ ഒരു കാഴ്ച കൂടി അവിടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടം, ഏറെ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടമാണ് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ആശമാരുടെ സമരക്കാർക്ക് എന്തു പറയാനുണ്ട് എന്നതുകൂടി പ്രസക്തമാണ്. എന്തായാലും ഈ പരിപാടിക്ക് ശേഷം ഒരു പക്ഷേ ഇക്കാര്യത്തിലൊക്കെ അവരുടെ വിശദീകരണം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഞാനത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിലൊക്കെ അവരുടെ കൂടി പ്രതികരണം നമുക്ക് ആവശ്യമാണ്. ഒപ്പം VD സതീശൻ അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് വരും. VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുമോ? പങ്കെടുത്താൽ അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ, അങ്ങനെ പ്രസക്തമായ മറ്റു വിഷയങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തി കഴിഞ്ഞോ എന്നുകൂടി വ്യാഖ്യാനം ഉണ്ടാവേണ്ടി വരും. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ പങ്കാളിത്തം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആ കാഴ്ചകൾ സ്വാഭാവികമായും അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും ആശാവർക്കർമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 266 പരം ദിവസങ്ങളായി നടത്തിയിരുന്നിരുന്ന സമരമാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമാണ് നടക്കുന്നത്. ഇനി ജില്ലാ തലങ്ങളിൽ സമരം നടത്തുമെന്നാണ് പ്രഖ്യാപനം. കോൺഗ്രസിൻ്റെയും BJPയുടെയും അടക്കമുള്ള പ്രവർത്തകർ, നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു സമരവേദിയായി കൂടി അത് മാറുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ VV രാജേഷ് BJPയെ പ്രതിനിധീകരിച്ചു, ഒപ്പം തന്നെ മറ്റ് നേതാക്കളൊക്കെ അവിടെ ഉണ്ട് താൻ. ഡാൻ, പ്രതിപക്ഷ നേതാവ് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമോ? അവിടെ BJP നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ യഥാർത്ഥത്തിൽ ആശമാരുടെ സമരം അവസാനിപ്പിക്കുന്നു എന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിഷയം, അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ കൂടുതൽ അവർക്ക് വിശദീകരിക്കേണ്ടി വരും, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും. അതായത് പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തുകയും ഈ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം വലിയ തരത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ചർച്ചയാകും. കാരണം
പ്രതിപക്ഷ നേതാവ് ഈ വിവാദങ്ങൾക്ക് ശേഷം അദ്ദേഹം രാഹുലിനൊപ്പം ഒരു വേദി പരസ്യമായി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ചടങ്ങിലേക്കാണ് അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിച്ചേർന്നത്. അവിടെയാണ് ആശാ വർക്കർമാർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം വേദിയിൽ അവർക്കായി തയ്യാറാക്കിയ ഇരിപ്പിടത്തിലേക്ക് മറ്റ് MLA-മാർക്കൊപ്പം രാഹുലും എത്തുകയായിരുന്നു. അവിടേക്കാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തുകയും അവിടെ രാഹുൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് മയപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അത് CPM അത്തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്യും. കാരണം VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കളും ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സമരസമിതി വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ ആശാ വർക്കർമാരുടെ 266 ദിവസം നീണ്ട സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളോട്, സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരോട്, വനിതാ സംഘടനകളുടെ പ്രവർത്തകരോട്, നേതാക്കളോടൊക്കെ ഈ വേദിയിൽ ഈ സമാപന ദിവസം എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ കക്ഷി രാഷ്ട്രീയങ്ങളുടെ ഭാഗമായിട്ടുള്ള നേതാക്കളടക്കം ഈ വേദിയിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഈ സമരപ്രതിജ്ഞ റാലി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് എത്താമെന്ന് അവരെ അറിയിക്കുകയും ചെയ്തത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇവിടെ വെച്ച് നടത്തുന്ന പരാമർശങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നതാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് അവിടേക്ക് വരുമ്പോൾ നമുക്ക് പ്രസക്തമാണ് ആ കാഴ്ചകൾ, അതിൻ്റെ രാഷ്ട്രീയം പ്രസക്തമാണ്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കൂടി പങ്കെടുക്കുമ്പോൾ രാഹുലിൻ്റെ പങ്കാളിത്തത്തെ എങ്ങനെ ന്യായീകരിക്കും എന്നതുകൂടി പ്രസക്തം.